ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്കിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് അല്പം കുരുമുളക് പൊടിയും ചേർത്ത് ഒരൽപ്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ചെറുതായി ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മാവ് കുഴച്ചെടുക്കണം. അതിനു വേണ്ടി 1 ഗ്ലാസ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 2 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ പൊടി ഇതിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. അല്പം എരിവോട് കൂടിയിട്ടുള്ള സ്നാക്സ് ആണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി പൗഡർ ആകുമ്പോൾ ഒരുപാട് എരിവുണ്ടാകുകയുമില്ല, നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നല്ലതുപോലെ തന്നെ വാട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിക്കും മാവിലേക്കും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി മാവിലേക്ക് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചിക്കൻ വേവിക്കാൻ നേരത്തും ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ചെറുതായി കീറിയിട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് നല്ലതുപോലെ തന്നെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെയുള്ള ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഒരൽപ്പം വലിയ ഉരുളകൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഇത് മുഴുവൻ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഉരുള എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പ്രസ്സിൽ വെച്ച്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും 1 സ്പൂൺ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. ഇനി ഇതുപോലെ ഒന്ന് പതുക്കെ തന്നെ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇതിൻ്റെ അറ്റം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ ഇതുപോലെ ഫോർക്ക് എടുത്ത് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെയ്താലും മതിയാകും. ബാക്കിയുള്ളത് മുഴുവൻ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരൽപ്പം വെള്ളം ഞാനൊരു പാത്രത്തിൽ വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രം വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് ഇതിലേക്ക് വച്ച് കൊടുക്കാം. ഇനിയൊന്ന് 15 മിനിറ്റ് നേരം മൂടി വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം.
15 മിനിറ്റിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.